നമസ്കാരം. ഇന്നൊരു പ്രോൺസ് റെസിപ്പിയാണ്, ചെമ്മീൻ ചെറിയുള്ളി റോസ്റ്റ്. സാധാരണ നമ്മൾ പ്രോൺസ് റോസ്റ്റ് ചെയ്യുന്ന സവോളയൊക്കെ. എല്ലാ ബാച്ചിലേഴ്സിനും ഷാൻജിയോന് നല്ല പരിചയം ഉണ്ടാവും അല്ലേ? ഞാനും UAE വന്നപ്പോൾ കുക്കിങ്ങിന്റെ ABCD അറിയാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഷാൻജിയോടെ വീഡിയോസ് കണ്ടാണ് ഞാൻ കുക്കിംഗ് പഠിച്ചത്. മുഴുവനായി പഠിച്ചു എന്ന് ഞാൻ പറയില്ല, എന്നാലും അത്യാവശ്യം കുക്ക് ചെയ്യാൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഒരു പ്രോൺസ് റോസ്റ്റ് റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നത്. നോർമലി അമ്മയുടെ വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഇത് ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്തു വെച്ച 1/2 kg പ്രോൺസ് ആണ്. മാരിനേറ്റ് ചെയ്യാനുള്ള റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് നമുക്കൊന്ന് ഒരു ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ലെവലിലായിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരുപാട് ഫ്രൈ ആയി പോയാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. മീൻസ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മളിത് ഓൾറെഡി നമ്മുടെ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഇത് ചേഞ്ച് ആവും. അതുകൊണ്ടൊരു മീഡിയം ലെവലിൽ നമുക്ക് നമ്മുടെ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും സെയിം പാനിൽ തന്നെ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ 3 ഐറ്റവും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കടുക് പൊട്ടിക്കണം എന്നുള്ളവർക്ക് കടുക് പൊട്ടിക്കാം. അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ്, ഞാൻ ചെയ്തിട്ടില്ല. അതിനുശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഏകദേശം ഒരു 25ഓളം ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചുവന്നുള്ളി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളറിൽ അത് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എരിവനുസരിച്ചും കളറനുസരിച്ചും നിങ്ങൾക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയുടെ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 1/2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ കറിക്ക് ഒരു നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തത്. ആ കറി ഒന്ന് റെഡിയായി വരുമ്പം നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം കുറച്ച് കറിവേപ്പില അതിൻ്റെ പുറത്തൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രഷ്ഡ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊണ്ടുവരുന്നത്. സോ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു 5 minutes കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനധികം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും വരുന്നത് വരെ ടാറ്റാ.